ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായല്ലോ നമ്മളൊരു ക്ലീനിങ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം വെക്കേഷനൊക്കെ അവസാനിക്കാറായി. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്തേക്കാമെന്ന് കരുതി കേട്ടോ. എല്ലാത്തിൻ്റെയും ബില്ല് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉടനെ എടുത്താൽ കബോർഡിലോട്ടങ്ങ് വെക്കും കേട്ടോ. എളുപ്പത്തിന് വേണ്ടി വെക്കുന്നതാണ്. പിന്നെ നമ്മളാണെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അത് നമുക്കൊരു പാടായിട്ട് വരുന്നത്. പിന്നെ വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ നോക്കി ഞാനെല്ലാം കളയുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് എല്ലാം എടുത്ത് വെക്കുവാണ് കേട്ടോ. ശ്രീമോനും കാശിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പൗഡറോ അല്ലെങ്കിൽ ഒരു സ്പ്രേയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന കബോർഡിൽ അങ്ങ് വെച്ചേക്കും. തിരിച്ചത് ഇരിക്കുന്ന സാധനത്ത് കൊണ്ടുവെക്കത്തില്ല കേട്ടോ റൂമിൽ. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവിടെ നിരന്ന് വാരി ഇരിപ്പുണ്ട്. അത് ഇപ്പം ഞാനെടുത്ത് മാറ്റിയാലും ശരി, വീണ്ടും ഇതിവിടെ തന്നെ വരുവേ. അതവരുടെ ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ സ്പീഡ് കാണിക്കുന്നെങ്കിൽ നല്ല പതുക്കെയാണ് കേട്ടോ ജോലികളെല്ലാം ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നാണെങ്കിൽ എല്ലാ സാവകാശം നിന്ന് ചെയ്യുവാണേ. ശ്രീമോനും കാശിയും കൂടെ നിന്ന് കളിക്കുന്നത് കൊണ്ട് അപ്പം ശ്രീമോന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഡ്രസ്സൊന്നും ഇടിയിച്ചില്ല. ഇന്നാണെങ്കിൽ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രസ്സൊന്നും ഇടിയിച്ചില്ല. ഇങ്ങനെ പാമ്പസൊക്കെ ഇട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കൊണ്ട് പൊടിയെല്ലാം തൂത്തുവാരി എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനി ഒരുപാട് ജോലികളുണ്ട്. ഇന്ന് താഴത്തെ ഫ്ലോർ മൊത്തം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ശ്രീമോനെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. ശ്രീമോനാണെന്നുണ്ടെങ്കിൽ വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുകയും അമ്മയെന്ന് വിളിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് അവനാണെങ്കിൽ അവൻ്റെ വണ്ടികളെല്ലാം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ ഇപ്പോൾ അധികം ഒന്നും നമ്മൾ വെളിയിൽ ഇറക്കിയിട്ടില്ലേ. വൈകിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇറക്കാനൊന്നും പറ്റുന്നില്ല. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇറക്കാറുണ്ട്. രണ്ടുപേരും കൂടെ സൈക്കിൾ ചവിട്ടി പുറത്തുകൂടെ ഒക്കെ നടക്കുവേ. വിഷുവിന് വാങ്ങിച്ച കൊന്നപ്പൂവാണ് കേട്ടോ അവിടെ എല്ലാം തൂക്കിയിട്ടേക്കുന്നത്. എടുത്ത് അകത്ത് വെച്ചാൽ അതിരുന്ന് പൊടി അടിക്കി കൊടുക്കുകയോ ചെയ്യും. ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കുമ്പോൾ അങ്ങ് തൂക്കാനും തുടയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് അത് സെറ്റ് ചെയ്തിട്ടതാണ്. അത് കഴിഞ്ഞ് ഇവന്മാർ തലേന്ന് ഊരിയിട്ട ഡ്രസ്സൊക്കെയാണ് ഞാൻ പറക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പം ഞാൻ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ വണ്ടി കിണ്ടികൾ മൊത്തവും കൊണ്ട് അവിടെ ഇവിടെ ഇടുന്നുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ചു കൊണ്ട് ഞാൻ വെക്കുവാണേ. ഒന്ന് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കാണിച്ചാണ് ആ തൂത്ത് കൂട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അലമ്പാക്കി ഇടുമായിരുന്നു ശ്രീമോനെ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു നമ്മുടെ സെറ്റിയുടെ കീഴിലായിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എന്തോ കിട്ടിയാലും ചില സമയത്ത് രണ്ടുപേരുടെ വഴക്കുണ്ടാക്കുന്ന ഉടനെ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് ഇതിന് കീഴിലോട്ടൊക്കെ ഇടുന്നതാണ്. പിന്നെ അത് മറന്നും പോകും. പിന്നെ നമ്മൾ തൂക്കം വരികയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇതിൽ നിന്ന് പറക്കി എടുത്തോണം. പിന്നെ ഞാനത് തൂത്ത് കൂട്ടി കളഞ്ഞു കത്തിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഷൂറാക്കൊക്കെ അങ്ങ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഷൂ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വലിച്ച് താഴെ ഇടും. പിന്നെ അത് അതുപോലെ ഇട്ടിട്ട് അങ്ങ് പോകും. തിരിച്ചതെടുത്ത് വെക്കത്തില്ല കേട്ടോ. അത് അച്ഛനായാലും മക്കളായാലും അത് തന്നെയാണ്. ഏട്ടനാണെങ്കിൽ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അച്ഛനെ കണ്ട ഈ മക്കൾ പഠിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറയുവേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇവൻ ഈ കാശി ഞാനിപ്പോൾ തൂത്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് പറക്കിക്കൊണ്ട് പോയി വെച്ച സാധനങ്ങളാണ് അവിടെ എടുത്ത് മാറ്റടാന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണ്. എല്ലാം കൊണ്ട് ആ സ്റ്റെയറിൻ്റെ കീഴിലോട്ട് വെച്ചു. അതും സൂക്ഷിച്ച് വെക്കുകയല്ല ചെയ്തത്, മൊത്തം കൊണ്ട് അതിൻ്റെ കീഴിലോട്ട് വെച്ചു. അപ്പം ഞാൻ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റുവാണ്. ഇപ്പം കാശിയാണെങ്കിൽ ട്യൂഷന് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷന് പോയതിൻ്റെ ബാഗാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ട്യൂഷന് പോകുമ്പോഴത്തേക്ക് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങനെയൊക്കെയാണ് ട്യൂഷൻ പോകുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാഗ് അവിടെ ഇട്ടിട്ട് അവനങ്ങ് പോകും. വീട്ടിൽ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അതൊരു ശകലം കേൾക്കത്തില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ട്യൂഷന് പഠിക്കും, വീട്ടിൽ വന്നിരുന്ന് പഠിക്കത്തില്ല, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ടിങ്ങ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സീരിയലോ സിനിമയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ടാബിൽ. അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് ഞാനാണെങ്കിൽ തൂത്തുവാരും എടുക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും വലുതായിട്ടുള്ള പൊടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തെൻ്റെ ആ ഐറ്റംസ് ഇരിക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കാവുന്നു. അത് കമ്മലും ക്യൂടെക്സും വളയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആയിരുന്നു. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി മറിച്ച് ഇട്ടേക്കുവാണ്. ഈ റൂമിൽ വന്ന് ഞാനൊന്ന് റെഡിയാവാൻ നിൽക്കുമ്പോഴത്തേക്ക് ശ്രീമോൻ കരയും എടുക്കുകയും ചെയ്യുമ്പോൾ ശ്രീമോന് കളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാനെടുത്ത് ഇതെന്തെങ്കിലും എടുത്തൊന്ന് വെച്ച് കൊടുക്കും. ചിലപ്പോൾ ക്യൂടെക്സ് ഇപ്പോൾ ദൈ വെച്ച് കൊടുത്തേക്കുന്നത് പോലെ ഓരോ സാധനങ്ങൾ വിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുവേ. അതുപോലെ ബഡ്സ് എപ്പോൾ കണ്ടാലും ശ്രീമോൻ എടുക്കാറുണ്ട്. അങ്ങനെ ബഡ്സ് എല്ലാം കുടഞ്ഞ് എൻ്റെ ആ ഒരു ബോക്സിലാക്കി ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ ക്യൂടെക്സ് ഒന്ന് കളിക്കാൻ കൊടുത്തതിൻ്റെ പേരിലാണ് ആ കാണിച്ച് വെച്ചേക്കുന്നത്. ദേഹം മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നേ. അനങ്ങാതിരിക്കുമ്പോഴേ നമ്മൾ നോക്കിക്കോണം എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമെന്ന്. അങ്ങനെ ഞാനൊരു വൈപ്സ് എടുത്തിട്ട് അതെല്ലാം അങ്ങ് തുടച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഓടിച്ച് വിട്ടിട്ട് പിന്നെ ഞാൻ ഒതുക്കിയ സാധനങ്ങളെല്ലാം പറക്കി കബോർഡിലോട്ട് വെക്കുവാണ് കേട്ടോ. പെട്ടെന്ന് എടുക്കാനുള്ള ഐറ്റംസ് എല്ലാമാണ് അവിടെ വെക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുപ്പിവളകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയത്. അതെല്ലാമാണ് ഈ താഴെ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം മുകളിൽ കബോർഡിലാണ് ഇരിക്കുന്നത്, മുകളിലത്തെ നിലയിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ താഴെ വെച്ചിട്ട് ബാക്കിയെല്ലാം മുകളിലാണ്. പിന്നെ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരുങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിൽ പോയിന്ന് റെഡി ആയിട്ടാണ് പോകാറ്. അല്ലാതെ പോകുന്നതിന് വലിയ മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ഐറ്റംസ് എല്ലാം മാറ്റി വെച്ചപ്പോഴത്തേക്ക് കൊച്ചുണ്ടാപ്രി എന്തുമായാലും സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട്
പറഞ്ഞിട്ടുണ്ട്. അങ്ങ് വലിയ വഴക്കൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നോളൂ. അത് ആ ചെയ്യുന്ന ഇടയ്ക്ക് നമ്മൾ കണ്ണ് തെറ്റുമ്പോൾ കാണിക്കുന്ന കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉള്ളൂ. ഈ 2 പേരെയും കൊണ്ട് എന്തുവായാലും ഈ ഒരു 2 മാസം ഞാൻ കുറേ പാടുപെട്ടു. അപ്പം മുണ്ടൊക്കെ ചെന്നപ്പം അമ്മയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇവന്മാരെ കൊണ്ട് ഇരുന്നപ്പോഴേ പറഞ്ഞു, പാറു നിന്നെ ഞാൻ സമ്മതിച്ചേക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അത്രയും സമയം അവന്മാർ അവിടെ നിന്ന് ബഹളമെല്ലാം കാണിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മതിയായിട്ടുണ്ട്. ഇവന്മാരെ നോക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ബഹളം. ഇത് ഒരു ദിവസം കൊണ്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ കളിപ്പാട്ടങ്ങൾ ഈ നിരത്തുനിന്ന് എടുക്കുന്നതല്ല, എന്നും ഇത് തന്നെയാണ് എൻ്റെ ജോലി. എല്ലാ ദിവസവും ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ പറക്കി ഒതുക്കാനും എടുക്കാനും ഈ തൂക്കാനുമാണ്. ഇന്ന് മാത്രം ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസത്തെ എൻ്റെ ജോലി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അവനൊന്ന് അടങ്ങിയിരിക്കാതെ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്തോ ചെയ്യും, ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കൊടുക്കും കളിക്കാനായിട്ട്. അപ്പോൾ അതൊട്ട് കളിക്കും. പിന്നെ അത് അവിടെ ഇവിടെ എല്ലാം അടിച്ച് തെറിപ്പിക്കും ബാറ്റും കൊണ്ട്. അതുകൊണ്ടാണ് പല സൈഡിലായിട്ട് കിടക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ പറക്കി വെക്കാനും തോന്നില്ല. പിറ്റേ ദിവസം പിന്നെ തൂക്കുമ്പോഴാണ് അതിൻ്റെ കീഴിൽ നിന്ന് എടുത്തെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അരി അരയ്ക്കാനായിട്ടാണ്. അപ്പോൾ അത് കഴുകി അങ്ങ് വെച്ചതാണ്, പച്ചരി ഇട്ടതാണ്. പിന്നെ അടുക്കളയിലെ കുറച്ച് കബോർഡിൽ നമ്മുടെ പൊടി ഐറ്റംസ് ഇരിക്കുന്നതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കാമെന്ന് കരുതി. അതും കാണുന്ന പോലെയൊക്കെ വെക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുവാണ്. അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചി വീഡിയോയിലൊന്നും വരാതെ ഒളിഞ്ഞു പാത്ത് നടക്കുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും എല്ലാം അങ്ങ് തുടച്ച് മാറ്റിയെടുക്കുവാണ്. അമ്മച്ചി ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഉപകാരമാണ്. ഇപ്പോൾ ശ്രീമോനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് വേഗം ഒന്ന് ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് വരാനും എടുക്കാനും ഒക്കെ. അല്ലാതൊന്നും ദൂരോട്ടൊന്നും പോക്ക് നടക്കത്തില്ല. അവനെ അമ്മച്ചിയുടെ എടുത്തിരുത്തിയിട്ട് അമ്മച്ചിക്ക് എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ അമ്മച്ചിയുടെ എടുത്തിരുത്തിയിട്ട് അങ്ങനെ അധികം ഒന്നും പോകത്തില്ല. ട്യൂഷന് വിളിക്കാൻ പോകും, കൊണ്ടുവിടാൻ പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മച്ചിയുടെ അടുത്ത് അങ്ങനെ പോകത്തില്ല. അവനാണെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ കാശിയെ വിളിക്കുമല്ലോ, കാശി മോൻ എൻ്റെ മോർണിംഗ് വാ എന്ന് പറയുമ്പോഴത്തേക്ക് കുശുമ്പ് മൂത്തിട്ട് ഓടിച്ചെല്ലും. ആ ഒരു പോക്കൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും തേച്ച് കഴുകി എല്ലാം അങ്ങ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഈച്ച ശല്യം ഭയങ്കരമാണ്. ഈച്ച ശല്യം സഹിക്കാൻ വയ്യ. യൂട്യൂബിലുള്ള ഒരുപാട് ടിപ്സ് ഞാൻ നോക്കി. നമ്മളാണെങ്കിൽ കംഫർട്ടും ഉപ്പും കൂടി ഇട്ട് വെച്ച് നോക്കി, എന്നിട്ടത് പോകുന്നില്ല. പിന്നെ ആണെങ്കിൽ ഉപ്പും വിനാഗിരിയും പിന്നെ സോഡാപ്പൊടിയും കംഫർട്ടും കൂടി ഒഴിച്ച് നോക്കി. എന്നിട്ട് നല്ല മണമാണ് റൂമിലൊക്കെ, അതൊക്കെ ഓക്കെ. പക്ഷേ ഈച്ച പോകുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈച്ച കൊല്ലുന്ന മറ്റേ ഒരു ഇതുണ്ടല്ലോ, പശ, ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ തുറന്ന് നോക്കുന്നത്, അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് എനിക്ക് ഈച്ച ശല്യം കുറഞ്ഞത്. ശല്യം കുറഞ്ഞതെന്നല്ല, അതല്ല ഇതിൽ വന്ന് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ടിപ്സ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ചെയ്തിട്ട് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം പറയുക. അല്ലെങ്കിൽ ഉള്ളതെല്ലാം ചെയ്ത് ഞാൻ കുഴഞ്ഞിരിക്കുവാണ്. നാരങ്ങയ്ക്കകത്തിലാണെങ്കിൽ നമ്മുടെ ഗ്രാമ്പു കുത്തി വെച്ചാൽ ഇത് വരത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതും എല്ലാം ചെയ്ത് ഞാൻ കുഴഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.